എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞോ? പുതിയ യൂണിറ്റാണ് നമ്മൾ തുടങ്ങുന്നത്. യൂണിറ്റിൻ്റെ പേര് മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്നാണ് യൂണിറ്റിൻ്റെ പേര്. നോക്കിയ മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്നുള്ള യൂണിറ്റിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ എല്ലാവരും? എന്താണ്? ഒരുപാട് പക്ഷികൾ അല്ലേ? ഒരുപാട് പക്ഷികൾ, കുന്നുകൾ, മരങ്ങളുണ്ട്, അരയന്നങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് അതൊക്കെ പക്ഷികളാണ് അല്ലേ? ഒരുപാട് പക്ഷികളുണ്ട്. എന്തൊക്കെ പക്ഷികളുണ്ട്? തത്തയുണ്ട്, മയിലുണ്ട്, കുയിലുണ്ട്, കൊറ്റി, കാക്ക അല്ലേ? ഇതൊക്കെ പലതരത്തിലുള്ള പക്ഷികളാണ് അല്ലേ? നിങ്ങൾക്ക് ആരുടെയൊക്കെ പേര്, എത്ര പക്ഷികളുടെ പേര് നിങ്ങൾക്കറിയാം? ഒരുപാട് പക്ഷികളുടെ പേരറിയാം അല്ലേ? മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന് പറയുന്ന മാനത്തിൻ്റെ ആകാശത്തോടെ പറക്കുന്നവരാണ് ആര്? പക്ഷികൾ. ആ മാനത്തിൻ്റെ മടിത്തട്ടിൽ ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നുണ്ട് അല്ലേ? ആ പക്ഷികളെക്കുറിച്ചും ആ മാനത്തിൻ്റെ അത്രയും ദൂരെ മാനം മുട്ടോളം പറക്കുന്ന പക്ഷികളെക്കുറിച്ചൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അവ അത്രയും ഉയരത്തിൽ പറക്കുന്നത്? അവയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അവയെ ഒരു കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണോ? അല്ല, അവയെ തുറന്നു വിട്ടിരിക്കുകയാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും പറക്കാനും പറന്നെത്താനും സാധിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു പാഠഭാഗമാണ് ഇത് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ പറന്നു പോകുന്ന പക്ഷികൾക്കൊരു ഭംഗിയാണ്. കൂടിനകത്തിരിക്കുന്ന പക്ഷിനേക്കാളും ഭംഗി പറക്കുന്ന പക്ഷികൾക്കാണ്, ശരിയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂണിറ്റാണ് മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന യൂണിറ്റ് പറയുന്നത്. ആ യൂണിറ്റിലൂടെ പ്രധാനമായും പറയുന്നത് പക്ഷികളെയും പക്ഷികളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയാണ് ആ യൂണിറ്റിലൂടെ പറയുന്നത്. ഈ ലോകത്ത് മനുഷ്യർക്ക് മാത്രമല്ല അവകാശങ്ങളും സ്ഥാനങ്ങളുമുള്ളത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടെ പറക്കാനും നടക്കാനുമുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു യൂണിറ്റാണ് മാനത്തിൻ്റെ മടിത്തട്ടിൽ. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് തുറന്നുവിട്ട തത്ത. തുറന്നുവിട്ട തത്ത എന്ന പാഠഭാഗം എഴുതിയത് സി റഹീമാണ്. സി റഹീം ഒരു പക്ഷി നിരീക്ഷകനാണ്, മനസ്സിലായല്ലോ? പക്ഷികളെ നിരീക്ഷിക്കുകയും അവയെക്കുറിച്ച് പഠനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സി റഹീം. സി റഹീമിൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് തുറന്നുവിട്ട തത്ത എന്ന കഥയിലൂടെ പറഞ്ഞു തരുന്നത്. ഈ കഥയിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ആരാണെന്നറിയോ? ഈ കഥ എഴുതിയ സി റഹീം എന്ന വ്യക്തി തന്നെയാണ് ഈ കഥയിലെ കുട്ടി, മനസ്സിലായല്ലോ? അപ്പോൾ തുറന്നുവിട്ട തത്ത എന്ന കഥയിലോട്ട് നമുക്ക് പോകാം. അതിനു മുൻപ് നിങ്ങളോടായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വീടിനകത്ത് ഒരു മുറിക്കകത്ത് ഇരുന്ന് 3 നേരം ഭക്ഷണം കഴിച്ച് ആ മുറിക്കകത്ത് തന്നെ കിടന്നുറങ്ങി ആ മുറിക്കകത്ത് തന്നെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഇരിക്കുന്നതാണോ ഇഷ്ടം? പറന്ന് നടക്കാനാണോ? പുറത്തേക്കൊക്കെ ഇറങ്ങി കളിച്ച് യാത്രകളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതാണോ ഇഷ്ടം? പുറത്തിറങ്ങി നടക്കാനാണ് അല്ലേ? അകത്തിരിക്കാൻ ഇഷ്ടമാണോ? ഒരു റൂമിനകത്ത് അടച്ചുകൂട്ടിയിരിക്കുന്നത് ഇഷ്ടമാണോ? അല്ല അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പക്ഷികളെ കൂടിനകത്ത് ഇട്ട് വളർത്തി കാണുന്നുണ്ട്. തത്തകളും മൈനകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടിനകത്തിട്ട് വളർത്തുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പക്ഷികൾക്ക് എന്തായിരിക്കും തോന്നുക? കൂടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവയ്ക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അവയ്ക്കും സങ്കടമായിരിക്കും. അതിൽ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നൊരു വരികളിൽ പറയുന്നത് എന്താണെന്നറിയോ? അതായത് സ്വർണം കൊണ്ടുണ്ടാക്കി കൂടാണെങ്കിൽ പോലും ആ കൂട്ടിനകത്ത് ഇരിക്കുന്നത് എന്താണ്? കൈയും കാലും കെട്ടിയിട്ട് ഇരിക്കുന്നതിന് തുല്യമാണ് എന്ത്? സ്വർണ്ണ കൂട്ടിലാണെങ്കിൽ പോലും സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കാരണം പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിൽ പോലും ഒരു ഭാഗത്ത് ഒരു റൂമിനകത്ത് പൂട്ടിക്കിടക്കുന്നതിനേക്കാളും ഇഷ്ടം എന്താണ്? പറന്ന് നടക്കാനാണ്. സ്വാതന്ത്ര്യത്തോടെ പറന്ന് നടക്കുവാനും പുറത്തിറങ്ങാനും ഒക്കെയാണ് ഇഷ്ടം അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ സ്കൂളിൽ വന്നു, രാവിലെ 9:30 to 3:30 വരെ സ്കൂൾ ടൈമാണ്. ആദ്യത്തെ 2 പീരീഡ് ക്ലാസ്സാണ്. 2 പീരീഡ് ക്ലാസ്സിന് പുറത്തിറങ്ങാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങൊക്കെ ഇരുന്നു, കുറച്ചൊരു 10 മിനിറ്റ് നേരം ഇരുന്നു. അത് കഴിഞ്ഞതും നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ കുസൃതികൾ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അല്ലേ? എന്നാൽ ആ ഇൻ്റർവ്യൂവിൽ ആകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ പെട്ടെന്നൊരു ഓട്ടമാണ്. കാരണം എന്താണ്? എന്തോ കിട്ടിയ പോലെയാണ് അല്ലേ? നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. ആ ക്ലാസ്സിൽ നിന്നൊരു സ്വാതന്ത്ര്യം. ഈ ക്ലാസ്സിൽ പോയി എന്താണ്? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും?
എന്താ ടീച്ചർ ഇത്ര നേരം ഇരുന്ന്, വേഗം ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് പൊക്കൂടെ അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേഗം ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാമല്ലോ എന്ന് തോന്നുന്ന ചിലരെങ്കിലും കാണും. അവിടേക്ക് എന്താണ്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുണ്ടാകുന്നത് അല്ലേ. ഒരു ഭാഗത്ത് എന്നും നിയന്ത്രിച്ച് ഇരിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല, ഒരു ഭാഗത്ത് തന്നെ ഇരിക്കാനായിട്ട്. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നൊക്കെ നടക്കാനാണ് ആഗ്രഹം. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ പക്ഷികൾക്ക് അങ്ങനെയാണ്. അപ്പോൾ പക്ഷികളെ കൂട്ടിലിടുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? ഇല്ല. സി റഹീം ഒരു പക്ഷി നിരീക്ഷകനാണ് പറഞ്ഞു. സി റഹീം കുട്ടിയായിരുന്നപ്പോൾ എന്താണ് ചെയ്തത് അറിയോ? അറിയില്ല അല്ലേ. പക്ഷി നിരീക്ഷകൻ പക്ഷികളെ സ്നേഹിക്കുന്നയാളാണ്. കൂട്ടിലിട്ട് വളർത്തു പക്ഷികളെ സ്നേഹിക്കുന്നവർ ഇല്ല. പക്ഷെ സി റഹീം എന്താ ചെയ്തെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? പാഠഭാഗത്തിലോട്ട് പോകാം. തുറന്നു വിട്ട തത്ത. ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു. എന്തിനാ നടന്നിട്ടുണ്ടാവുക? തത്തക്കൂട് കാണണം. തത്തക്കൂട്ടിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? തത്തക്കുഞ്ഞും ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ തത്തക്കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുവരാം അല്ലേ. അതൊക്കെയായിരിക്കും ആരുടെ മനസ്സിലുണ്ടാവുക? കുട്ടികളുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് എന്തായി നോക്കിയേ? കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു. ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിൽ എന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു. അത് തെങ്ങിൽ തത്തിപ്പൊത്തിയിരുന്നു. പിന്നെ ചുറ്റുപാടും ഒന്ന് തലതിരിച്ചു നോക്കി. ശീഘ്രം പുനത്തിനുള്ളിലേക്കിറങ്ങി അപ്രത്യക്ഷമായി. ആ പുനത്തിനുള്ളിൽ തത്തക്കുഞ്ഞു കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തത്ത പുറത്തേക്ക് പറക്കുകയും ചെയ്തു അല്ലേ. അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് കൂട്ടിനകത്തേക്ക് ഒരു കയ്യിൽ കൊക്കിൽ ചുണ്ടിൽ എന്തോ കൊത്തി പിടിച്ചുകൊണ്ട് അമ്മ തത്ത വന്നു അല്ലേ. ചുണ്ടിൽ എന്തോ കൊത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ആരുണ്ട്? കുഞ്ഞു തത്ത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അല്ലേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ അമ്മ തത്ത കൂട്ടിന് പുറത്തേക്ക് പറന്നു പോയി. പിന്നെ ഇവരെന്തായിരിക്കും നോക്കുക? കുഞ്ഞു തത്ത എവിടെ നോക്കുകയായിരിക്കും അല്ലേ. കാരണം കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടമാണ്. കുഞ്ഞു തത്തകളെ കൊണ്ടുപോവുകയും അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇവരും എന്ത് ചെയ്യും? ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിനെന്ത് വേണം? തത്ത വേണം. തത്തയെ എങ്ങനെയെങ്കിലും പിടിക്കാനാണ് ഞാൻ അടുത്ത ശ്രമം. ഒരു തെങ്ങുകയറ്റക്കാരൻ കൊന്നത്തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞ് അതിലിരിക്കുന്നു. ഞാൻ ഒരു ഇരുമ്പുകൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവും എല്ലാം കൊടുത്തു. പഴം കൊത്തി തിന്ന് തത്ത കൂട്ടിൽ ചാടി ചാടി നടന്നു. കൂട്ടിൽ കിടന്നു തത്തക്കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു. കാരണം എന്താണ്? തത്തക്കുഞ്ഞ് ഇതിനു മുൻപ് കൂട്ടിനകത്ത് കയറിയിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കിയേ. വീട്ടിൽ നിങ്ങളുടെ ഒരു മുറിയിൽ നിങ്ങളെ ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് പുറത്ത് പോയി. നിങ്ങൾ എന്ത് ചെയ്യും? വാതിൽ കിടന്ന് കൊട്ടും, ജനൽ കിടന്ന് കൊട്ടും, നിലവിളിക്കും, വാതിൽ തുറക്ക് അല്ലേ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ തത്തക്കുഞ്ഞ് എന്ത് ചെയ്തു? കൂട്ടിനകത്ത് ഇട്ടപ്പോൾ ചാടി ചാടി നടന്ന് ബഹളമൊക്കെ വെക്കാൻ തുടങ്ങി. ചെറുകിട്ടടിച്ചു. കാരണം അതിനും പുറത്ത് പോകണം, അതിൻ്റെ അമ്മേനെ കാണണം, അമ്മ വരും അല്ലേ. അപ്പോൾ അതിനും വിഷമം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ കൊച്ചു തെന്നയിൽ പതുങ്ങി നിന്നു. കഴുത്തിൽ ചുവന്ന വരയുള്ളൊരു തത്ത എരുത്തിരിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു. കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ ചുണ്ടുകയറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് എന്തോ തിരികെ. എന്നിട്ട് അവ ഒന്നിച്ചു കരഞ്ഞുകൊണ്ട് പറന്നകന്നു. തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയും കൊണ്ട് വന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു. നോക്കിയേ, തത്തക്കുഞ്ഞിനെയും കൊണ്ട് ഇവർ വന്നു വീട്ടിലോട്ട്. അമ്മയും അച്ഛനും എന്ത് ചെയ്തു? തീറ്റയും തേടി വന്നു. നിങ്ങൾ തന്നെ നോക്കിയേ. നിങ്ങൾ വീട്ടിലോട്ട് അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ വേറെ ആരെങ്കിലും എടുത്ത് ഒരു കൂട്ടിനകത്ത് ഒരു റൂമിനകത്ത് അടച്ചിട്ട് കഴിഞ്ഞു. അമ്മയും അച്ഛനും വരുമ്പോൾ നിങ്ങളെ കണ്ടില്ല. അവർക്ക് എന്തുണ്ടാവും? വളരെ വിഷമം ഉണ്ടാവും. പിന്നെ നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ കൂട്ടിനകത്തോന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? പിന്നെയും വിഷമം ഉണ്ടാവും. നിങ്ങളെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാൻ നോക്കും അല്ലേ. അതുപോലെയാണ് നമ്മുടെ തത്തക്കുഞ്ഞുങ്ങളും കാണിക്കുന്നത്. തത്തക്കുഞ്ഞിനെ നോക്കി അവൻ്റെ അമ്മയും അച്ഛനും കൂട്ടിലോട്ട് വന്നപ്പോൾ അവയ്ക്ക് എന്ത് കണ്ടില്ല? തൻ്റെ കുഞ്ഞിനെ കാണാതെ അവരന്വേഷിച്ച് അവസാനം എവിടെ എത്തി? ഇവരുടെ വീട്ടിലെത്തി. വീടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത നല്ല ഉറക്കെ കരയാണ്. വേറൊരു തത്ത എന്ത് ചെയ്യാണ്? കുഞ്ഞിന് ഭക്ഷണം നൽകുകയാണ്.
ഭക്ഷണം നൽകിയിട്ട് കുറേ കമ്പിയൊക്കെ വളയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. വീണ്ടും കരഞ്ഞുകൊണ്ട് അവ രണ്ടും പറന്നുപോയി. വളരെ വിഷമത്തോടെ എന്തെങ്കിലും വഴി ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് അവ കരഞ്ഞിട്ട് പോവുകയാണ് അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടുമോ നമ്മൾ? ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലേ. ഇപ്പം അതിൻ്റെ വിഷമം നോക്കിയാൽ അതിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ച് നോക്കിയേ. അയ്യോ, സങ്കല്പിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലേ. നമ്മളെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടിട്ട് പോകാനായിട്ട് പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ആർക്കും തത്തക്കുഞ്ഞിനും. നീ അതിനെ അങ്ങ് തുറന്നു വിട്ടേര്. അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നു വിടാൻ മനസ്സ് വന്നില്ല. എനിക്ക് ആ തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു. അല്ല, ഇടയ്ക്കിടെ ആ കുട്ടിയുടെ അമ്മ എന്ത് പറയുന്നുണ്ട്? നീ ആ തത്തക്കുഞ്ഞിനെ എന്ത് ചെയ്യേ, തുറന്നു വിട്, അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വിട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടി വിടുന്നുണ്ടോ? ഇല്ല. കുട്ടിക്ക് എന്താണ്, ആകാംക്ഷയാണ്. തത്തക്കുഞ്ഞിനെ എങ്ങനെയെങ്കിലും മറ്റുള്ളവർ പറയുന്ന പോലെ സംസാരിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനുള്ള ആഗ്രഹമാണ്. അപ്പം അവൻ ഒരിക്കലും നിന്നില്ല, തത്തക്കുഞ്ഞിനെ തുറന്നു വിടുന്നില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ടത് തത്തക്കൂട്ടിൽ ഇട്ട് കൊടുത്തു. പനയോല കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മെ പോലെ സംസാരിക്കുമത്രേ. കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് റഷീദ് അണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു. അപ്പോൾ ആരാണ് ഇതിനുള്ള വഴിയൊരുക്കിയത്? റഷീദ് എന്ന് പറയുന്ന ആളാണ് അല്ലേ. എന്ത് പറഞ്ഞു? കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന തത്തയുണ്ടെന്ന് ആരോട് പറഞ്ഞു? ഈ കുട്ടിയോട് പറഞ്ഞു. ആര്? ഏത് കുട്ടിയോട്? റഹീം, സി റഹീമിനോട്, എഴുത്തുകാരനായ സി റഹീമിനോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് അന്ന് തൊട്ട് ആഗ്രഹമാണ്, എൻ്റെ തത്തനെ എന്ത് ചെയ്യണം, സംസാരിപ്പിക്കണം. അതിന് പനയോല വേണം. പനയോല കൊണ്ട് നാക്കിൽ പനയോല ഇട്ട് കൊടുത്ത് തത്ത കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത സംസാരിക്കുന്ന ആരോ പറഞ്ഞത് കേട്ട് കുട്ടി അതുപോലെ ചെയ്യാൻ നിൽക്കണം. അതുകൊണ്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, തത്തയെ തുറന്നു വിടാത്തത്. പിന്നെ എന്തായെന്നറിയോ? ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല. പരുക്കൻ ശബ്ദത്തിൽ കിയോ കിയോ എന്ന് കരയുക മാത്രം ചെയ്തു. കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവൻ കുറേ സംസാരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആരെ? തത്തക്കുഞ്ഞിനെ. പക്ഷെ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കരയുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ അച്ഛനും അമ്മയും വെറുതെ അതിനെ കാണാൻ വരികയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവൻ കാണുന്നുമുണ്ട്. എന്നാലും ഇവനെ തുറന്നു വിടാൻ മനസ്സുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവനെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണം. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. കൂട് തുറന്ന് കിടക്കുന്നു. കൂട് കൊത്തി തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. എനിക്കത് കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്ന് ചുരുങ്ങി. അമ്മയത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി. തത്തയില്ലാതെ തത്തക്കൂട് എഴുത്തിലിൻ്റെ ഉത്തരത്തിൽ കിടന്നാടി. നോക്കിയേ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു, അവൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തത്തക്കൂട് തുറന്നു കിടക്കുന്നു. അപ്പം അമ്മ എന്ത് പറഞ്ഞു? അത് എൻ്റെ അച്ഛനും അമ്മയും വന്ന് അതിനെ തത്തക്കൂടും തുറന്ന് അതിനെ കൊണ്ടുപോയി എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അവനെന്തായി? വളരെ വിഷമമായി. കാരണം അവൻ്റെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനുള്ള പരിശ്രമങ്ങൾ? തത്തയെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്കാണ് തത്തയും പറന്നുപോയത്. അവൻ എന്ത് ചെയ്തു? വിഷമിച്ച് സങ്കടത്തോടെ കരഞ്ഞ് അവിടെ പോയി ഇരുന്നു. കുറേ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ. തത്തക്കൂട് കാലിയായി കിടന്നു. ശരിക്കും ആ തത്തക്കൂട് തുറന്നിട്ട് അതിൻ്റെ തത്തൻ്റെ അമ്മയും അച്ഛനും തന്നെയായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. തത്തയെ കൊണ്ട് തുറക്കാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തത്തക്കൂട് തുറക്കുന്നത്? തത്ത വേറെ ആരായിരിക്കും തുറന്നിട്ടുണ്ടാവുക? ആരായിരിക്കും? ഒന്ന് ആലോചിച്ചേ. അടുത്ത ക്ലാസ്സിൽ ഇത് പറയണം, ഇത് കണ്ടെത്തിയിരിക്കണം കേട്ടോ. തത്തക്കൂട് ആരായിരിക്കും തുറന്നതെന്ന്? എൻ്റെ അമ്മയും അച്ഛനും വന്ന് തുറന്നതാണോ അതോ കുട്ടിയുടെ തന്നെ അമ്മ തുറന്നു വിട്ടതാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.